ലാപ്പിനെക്കാട്ടി വലിയൊരു സ്ക്രീനാണ് വന്നിരിക്കുന്നത്. 15.6 ഇഞ്ചിൻ്റെ വലിയ ഇൻഫോർടൈൻമെന്റ് വിൻസർ EV ലോഞ്ച് ചെയ്തു വിത്ത് ആൻ അമേസിംഗ് പ്രൈസ് ഓഫ് 9.99 lakh. ബാറ്ററി ആസ് എ സർവീസ്, അതായത് ബാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടിയാണ് MG പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് അതിലൊരു കാര്യമെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ നിൽക്കുന്നത് വെച്ചാൽ EVN കോസ്റ്റ്ലൈൻ MGയിലാണ്. ഇന്നിവിടെ വിൻസർ EV ലോഞ്ച് ചെയ്തു വിത്ത് ആൻ അമേസിംഗ് പ്രൈസ് ഓഫ് 9.99 lakh. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇന്ത്യസ് ഫസ്റ്റ് CUV ആണ്, അതായത് ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ. ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിൽ അത്യാവശ്യം വലിയൊരു വണ്ടിയാണ് ഇത്. പിന്നെ ഫ്രണ്ട് സൈഡിലെ ലുക്ക് വരുമ്പോൾ വെച്ചാൽ നീണ്ടു നിൽക്കുന്ന ഒരു LED സ്ട്രിപ്പ് യൂണിറ്റ് ആണ്, ആ ഒരു DRL യൂണിറ്റ് വരുന്നത്. അത് വളരെ അട്രാക്റ്റീവ് ആണ്. അതിനകത്ത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മിഡിലായിട്ട് MGയുടെ ലോഗോ വരുന്നുണ്ട്, അതും നമുക്ക് ലൈറ്റ് ഉള്ളതാണ്. പിന്നെ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ അഡാസിൻ്റെ ആ ഒരു ഫീച്ചർ എയർ ഡാം പോർഷൻ വരുന്നുണ്ട്. അവിടെ ഒരു ഡുവൽ കളറിലാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിംഗ് ആണ്, വളരെ സ്പോട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയൊരു വണ്ടിയാണ്, ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ്. അതായത് നമുക്ക് ആ ഒരു SUVയുടെ ഒരു സ്പേസും ആ ഒരു ഹൈറ്റും ലഭിക്കുന്നുണ്ട്. അതുപോലെ ഒരു സെഡാൻ്റെ കംഫർട്ടും ആ ഒരു ലക്ഷറിയും ഇന്ത്യയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഡോസൊക്കെ ആണെങ്കിൽ എല്ലാത്തിലും ആ ഒരു വലിപ്പം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഒരു വെച്ചാൽ വളരെ ലക്ഷറിയാണ്. ഇതിനകത്ത് ആദ്യം തന്നെ നിൽക്കുന്നത് വെച്ചാൽ നമുക്ക് എടുത്ത് കാണുന്നത് വെച്ചാൽ വലിയൊരു TV സ്ക്രീനിൻ്റെ അത്രയും നമ്മുടെ ലാപ്പിനെക്കാട്ടി വലിയൊരു സ്ക്രീനാണ് വന്നിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ വലിയൊരു എൻ്റർടൈൻമെൻറ്റ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ എല്ലാ കൺട്രോൾസും ഉണ്ട്. നമുക്ക് AC കൺട്രോൾ, ബാക്കി ഡോർസ് കൺട്രോൾ എല്ലാം ഇതിൽ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വീൽ എന്ന് വെച്ചാൽ MGയുടെ ഒരു ലോഗോ കൂടെ ഉള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നത്. പിന്നെ എല്ലാത്തിനും കൺട്രോൾസ് ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസ്പ്ലേയിലാണ് എല്ലാത്തിനും കൺട്രോൾസിൻ്റെയും നമുക്ക് ഇൻഫർമേഷനൊക്കെ ലഭിക്കുന്നത്. മെയിനായിട്ട് അത് മാത്രമല്ല ഇതിൽ വരുന്ന ഇതിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 15.6 ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനാണ് വരുന്നത്. വലിയൊരു TVയുടെ ഒരു വലുപ്പം അല്ലാതെ ഒരു ലാപ്പിനെക്കാട്ടി വലിയൊരു സ്ക്രീനാണ് വന്നിരിക്കുന്നത്. അതിലെല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. നമുക്ക് മറ്റെങ്ങും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. സ്വിച്ചസ് ഒക്കെ വളരെ കുറവാണ്. അവിടെയാണ് നമുക്ക് AC കൺട്രോളും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് വന്നത്. പിന്നെ നോർമലി ആപ്പിൾ കാർപ്ലേ അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ അത്ര ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇൻബിൽട്ടായിട്ട് നമുക്ക് ആ ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ACയുടെ സ്പീഡൊക്കെ നമുക്ക് ഫുള്ളി സീറ്റിലെ എല്ലാം കൺട്രോൾ ചെയ്യാം. നമുക്ക് വെൻ്റ് എങ്ങോട്ട് വേണം ഓട്ടോ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാ സ്വിച്ചസും. അതുപോലെ തന്നെ 360 ഡിഗ്രി അമേസിങ് ക്ലാരിറ്റിയാണ്. അത് സത്യം പറഞ്ഞ ഒരു വളരെ ഒരു HD ഫീലാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് താഴോട്ട് വരുമ്പോൾ ആണെങ്കിലും നമുക്ക് ആ AC വെൻ്റ് കാണാം. താഴെയായിട്ടാണ് ACയുടെ കൺട്രോളിങ് സ്വിച്ചസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് പ്രീമിയം ടച്ചാണ്. പിന്നെ അധികം സ്വിച്ചസ് ഒന്നും കാണാനില്ല, വളരെ ഷോർട്ടായിട്ടാണ്. അതിലാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ഒക്കെ നമുക്ക് ഓൾറെഡി സ്ക്രീനിലും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ക്ലോസ്ഡ് ആയിട്ടാണ് തോന്നുന്നത്, ബട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലായിട്ടാണ് വലിയൊരു സ്റ്റോറേജ് ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് 3 കപ്പ് ഹോൾഡർ സ്പേസ് ഉണ്ട്. ഒന്ന് ഡിറ്റാച്ചബിൾ ആണ്. ഇവിടെ നമുക്ക് വയർലെസ് ചാർജ് വരുന്നുണ്ട്, വയർലെസ് പാഡ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തും നമുക്ക് ഹാൻഡ് റെസ്റ്റിനകത്തും കുറച്ച് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. പിന്നെ മിററൊക്കെ നോർമൽ മിറേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫുള്ളി പാൻഡ്രോമിക് സൺറൂഫാണ്. അത് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനില്ല. പിന്നെ എല്ലായിടത്തും വളരെ പ്രീമിയം ഇൻറ്റീരിയർ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ വരുമ്പോഴത്തേന് കണക്റ്റഡ് ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. MGയുടെ ലോഗോയും ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ എൻഡ് ടു എൻഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് വിൻസറിൻ്റെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ താഴെയായിട്ടാണ് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഏരിയ വന്നിരിക്കുന്നത്. താഴെയാണ് ഇവിടെയാണ് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. സെൻസേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. EV എന്ന് പറഞ്ഞ ലോഗോ. ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമാണ് ഇതിൽ വന്നിരിക്കുന്നത് 604 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വണ്ടി എത്രയും വലിയൊരു വണ്ടിയാണെന്ന്. എന്ന് പറഞ്ഞാൽ ബാക്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. താഴോട്ട് നോക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു പഞ്ചർ കിറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. എക്സ്ട്രാ സ്പെയർ ടയേഴ്സ് അല്ല വന്നിരിക്കുന്നത്. പിന്നെ സൈഡിൽ ലൈറ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് ഇവിടെ ആ ഡോർ പാഡിൽ നമ്മളെ ഡിക്കി ഓപ്പൺ ചെയ്യുന്ന അവിടെ ആയിട്ട് നമുക്ക് പിടിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യാവുന്ന. ഇവിടെ 2 ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിടിച്ച് സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സെക്കൻഡ് റോ വരുമ്പോൾ വെച്ചാൽ 135 ഡിഗ്രി റിക്ലൈനബിൾ എയറോലോൺ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ നല്ല കംഫർട്ടബിൾ ആണ്. ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കാണിക്കാവുന്ന ഇങ്ങനെ ചാരി ചെയ്യുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ വരുന്നത്. നമുക്ക് ഇത്രയും റിക്ലൈൻ ചെയ്യാവുന്നതാണ്. ആ ഒരു സ്ലാൻഡിങ് ഓപ്ഷൻ വരുന്നുണ്ട് ഇതിൽ. സത്യം പറഞ്ഞാൽ ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിളിൻ്റെ ആ ഒരു എഫക്റ്റീവായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു സ്പേസ് കാണുമ്പോഴാണ്. കാരണം സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. കാരണം 3 പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. മിഡിലായിട്ട് ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അപ്പോൾ ഇരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ താഴെയായിട്ട് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ താഴെയായിട്ട് തന്നെ ഒരു ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഫുള്ളി പാൻഡ്രോമിക് സൺറൂഫ് ആണ് വന്നിരിക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ്. Amazing. There's no time, feel the pain, live the grind, I could change, in my mind, pick a lane, commit and climb, the only way to win it. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ നമുക്ക് ധാരാളം സ്റ്റോറേജ് ഏരിയ കാണാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ ആയിട്ട് ഒരു കപ്പ് ഹോൾഡർ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കീ ഞാൻ അവിടെ ആയിട്ടാണ് ഹോൾഡ് ചെയ്തത്.
ഇപ്പോൾ കീ വരുന്നത് വെച്ചാൽ നമുക്ക് നോർമലി MGയുടെ വണ്ടികളൊക്കെ വരുന്നത് സെയിം കീ ആണ്. പിന്നെ ആ ഒരു എയറോഡൈനാമിക് ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡോർ ഹാൻഡിൽസ് ഒക്കെ ആണെങ്കിലും ഇതുപോലെ ഫ്ലഷ്ഡ് ഡോർ ഹാൻഡിൽസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കീ ഈ ഒരു സ്പേസിലാണ് ഞാൻ ഇട്ടത്. വിൻസറി വീൽ വരുമെന്ന് വെച്ചാൽ നമുക്ക് സ്വിച്ചസ് ഒക്കെ വളരെ കുറവാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ കൺട്രോൾസ് കൂടുതലും ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ താഴെയായിട്ട് ചില സ്വിച്ചസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഓട്ടോ ഹോൾഡ്, അതുപോലെ ഫ്രണ്ട് സൈഡിലെ ആ ഒരു ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന ഇവിടെയാണ് സ്വിച്ച് വരുന്നത്. പിന്നെ നമുക്ക് 6 way അഡ്ജസ്റ്റബിൾ ആണ് ഈ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ. ഫുള്ളി ഇലക്ട്രോണിക് ആണ്. അതിൻ്റെ കുഷനൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയ്ക്ക് കംഫർട്ടബിൾ ആണ്. ഇരിക്കുമ്പോൾ വളരെ കുഷനിങ് ഫീലാണ് വരുന്നത്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അത്രയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ സ്റ്റോറേജ് ഏരിയയുടെ കാര്യം ഞാൻ പറയുമെന്ന് വെച്ചാൽ എടുത്ത് പറയേണ്ടത്, ഇതിൽ എവിടെ നോക്കിയാലും സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഇത് ഞാൻ ഓൾറെഡി കാണിച്ച പോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അകത്ത് വലിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ മൊബൈലൊക്കെ കുത്തി വെക്കാം. അവിടെ ചാർജിങ് യൂണിറ്റും ഉണ്ട്. Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change.